ന്യൂസ് ട്രാക്ക് ആദ്യം പരിശോധിക്കുന്നത് സുപ്രീം കോടതിയിലെ കോടതിയലക്ഷ്യ കേസിൽ ഇന്നുണ്ടായ വാദമുഖങ്ങളുടെ ഒരു പൊതു സ്വഭാവം എങ്ങനെയായിരുന്നു എന്നതിലേക്ക് തന്നെയാണ്. കോടതിയലക്ഷ്യ കേസിൽ ദയക്കായി യാചിക്കില്ലെന്ന് പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയെ അറിയിച്ചു. അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റു തരത്തിലുള്ള തെറ്റിദ്ധാരണയ്ക്ക് ഇടയുണ്ടാക്കും. അദ്ദേഹത്തിന് വിഷമമുള്ളത് കോടതി അദ്ദേഹം നടത്തിയ പ്രസ്താവനകളെ തെറ്റിദ്ധരിച്ചു എന്നതിലാണ്. അതുകൊണ്ട് മാപ്പ് പറയില്ല, ദയക്കായി യാചിക്കില്ല, വിമർശനങ്ങൾ സതുദ്ദേശപരമായിരുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു. അത്തരം വിമർശനങ്ങൾ ഒരു അഭിഭാഷകൻ എന്ന നിലയിലും ഈ നീതി സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പൗരൻ എന്ന നിലയിലും ആവശ്യമായ ഘട്ടത്തിൽ ആയിരുന്നു എന്നാണ് പ്രശാന്ത് ഭൂഷന്റെ ഇന്നത്തെ കോടതിയിലെ വാദം. അദ്ദേഹത്തിന്റെ അഭിഭാഷകനും അത് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ കോടതി പറഞ്ഞത് ഇതൊക്കെ അംഗീകരിക്കുന്നു, വിമർശനങ്ങളെ സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു, അതിന്റെ ഗൗരവത്തിൽ തന്നെ കാണുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു ലക്ഷ്മണ രേഖയുണ്ട്. പ്രശാന്ത് ഭൂഷൺ ആ ലക്ഷ്മണ രേഖ ലംഘിച്ചു. അതുകൊണ്ട് തുടർ നടപടിയിലേക്ക് പോകേണ്ടി വന്നു. ശിക്ഷ എന്നത് കോടതിയെ സംബന്ധിച്ചൊട്ടും താല്പര്യമുള്ള വിഷയമല്ല എന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര ആവർത്തിച്ചു പറഞ്ഞു. ഒരു തിരുത്തലിന് സമയമുണ്ട്, അതിനായി 3 ദിവസം കൂടി പ്രശാന്ത് ഭൂഷണ് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുകയാണ്. നമുക്ക് ഇന്ന് നടന്ന പ്രധാനപ്പെട്ട വാദങ്ങളുടെ ഒരു സ്വഭാവം അന്വേഷിക്കാം. MP പ്രദീപ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും സുപ്രീം കോടതിയിൽ നിന്നും. പ്രദീപ്, എന്താണ് ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം? 3 ദിവസം കൂടി അനുവദിച്ചിരിക്കുകയാണ് ഇതിൽ ഒരു വിശദീകരണം നൽകാൻ, അല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. 3 ദിവസം കൂടി പ്രശാന്ത് ഭൂഷണ് കോടതി സമയം അനുവദിച്ചിരിക്കുകയാണ്. ഈ നിലപാടിൽ നിന്ന്, അതായത് മാപ്പ് പറയില്ല എന്ന പ്രശാന്ത് ഭൂഷന്റെ നിലപാടിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാവുകയാണെങ്കിൽ അക്കാര്യം അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്, അതിൽ മാറ്റമുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. എങ്കിൽ പോലും താൻ അഭിഭാഷകരുമായി കൂടി ആലോചിക്കാം എന്നൊരു മറുപടി എന്തായാലും പ്രശാന്ത് ഭൂഷൺ കോടതിക്ക് നൽകിയിട്ടുണ്ട്. വിജയകുമാർ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, അതായത് ഇത് വലിയ സംവാദത്തിലേക്ക്, പ്രത്യേകിച്ചും ഉന്നത ജുഡീഷ്യറി വിമർശനത്തിന് അതീതമാണോ, അല്ലെങ്കിൽ വിമർശനത്തിൻ്റെ ലക്ഷ്മണരേഖ എന്താണ് എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള വലിയൊരു സംവാദത്തിനാണ് ഈ ഒരു കേസ് തുടക്കമിട്ടിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ നിസ്സംശയം തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ കേസിൽ ഹാജരായിക്കൊണ്ട് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ ഒരു കാരണവശാലും പ്രശാന്ത് ഭൂഷണെ ശിക്ഷിക്കരുത്, കാരണം അദ്ദേഹത്തെ കുറ്റക്കാരനത് കണ്ടെത്തി കഴിഞ്ഞു, അത് ശരിയാണ്, പക്ഷേ അദ്ദേഹത്തെ ശിക്ഷിക്കരുത് എന്നൊരു നിലപാട് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കോടതിയെ അറിയിക്കുകയുണ്ടായി. എന്നാൽ ഈ വാദമുഖങ്ങൾ കോടതി കണക്കിലെടുത്തില്ല എന്നുള്ളത് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ തന്നെ കാണേണ്ട കാര്യമാണ്. ഈ കേസ് നന്നായി പഠിക്കൂ, അതിനുശേഷം 3 ദിവസത്തിന് ശേഷം ഈ കേസ് പരിഗണിക്കുമ്പോൾ നിലപാട് അറിയിക്കാനാണ് പ്രശാന്ത് ഭൂഷണ് ശിക്ഷ ഒരു കാരണവശാലും നൽകരുത് എന്ന് പറഞ്ഞ അറ്റോർണി ജനറലിനോട് കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കോടതി സ്വാഭാവികമായും ഇനിയും അറ്റോർണി ജനറലിൻ്റെ ഭാഗം കേൾക്കും, 3 ദിവസത്തിന് ശേഷം വീണ്ടും കേൾക്കും. ഈ സമയത്ത് അറ്റോർണി ജനറൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ജുഡീഷ്യറിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി 5 സുപ്രീം കോടതി ജഡ്ജിമാർ വാർത്താ സമ്മേളനം നടത്തി. അവർ ജുഡീഷ്യറി, അതായത് സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ ഉന്നത ജുഡീഷ്യറിയിൽ ജനാധിപത്യം അപകടത്തിലാണെന്ന് വിളിച്ചു പറയുന്നൊരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് ഒരു കുറവുണ്ടായി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല 9ഓളം ജഡ്ജിമാർ ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ കാണിച്ചു. അതായത് 7 പേർ സിറ്റിംഗ് ജഡ്ജി ആയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ജുഡീഷ്യറിയിൽ അഴിമതി അത് ചൂണ്ടിക്കാണിച്ചത്. 2 പേർ റിട്ടയർഡായ ശേഷവും ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഈ തുടർച്ചയായിട്ട് ഇങ്ങനെ ജുഡീഷ്യറിക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കുന്നു എന്നൊരു കാര്യം അറ്റോർണി ജനറൽ KK വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത് കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ജസ്റ്റിസ് അരുൺ മിശ്ര എടുക്കുന്ന നിലപാട് ഈ കേസിൽ വളരെ നിർണായകമാണ്. അദ്ദേഹം പറഞ്ഞത് ഈ കോടതിയലക്ഷ്യ കേസുകളിൽ ശിക്ഷ നൽകുന്നത്. പ്രദീപ് തുടരണം. നമുക്ക് എന്താണ് കോടതിയിൽ ഇന്ന് സംഭവിച്ചത് എന്നത് ഒന്ന് നമുക്ക് ചുരുക്കത്തിൽ വിലയിരുത്താം. പ്രദീപ് അതിനുശേഷം വീണ്ടും പ്രദീപിലേക്ക് തന്നെ നമുക്ക് വരികയും ചെയ്യാം. എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത്? കോടതിയിൽ ഉണ്ടായ ഈ വാദമുഖങ്ങൾ, പ്രശാന്ത് ഭൂഷന്റെ അഭിഭാഷകൻ അല്ലെങ്കിൽ പ്രശാന്ത് ഭൂഷൺ എന്തൊക്കെയാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്? അതിന് കോടതി ഏത് തലത്തിൽ പ്രതികരിച്ചു എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ശിക്ഷ ലഭിക്കും എന്നതിലല്ല, താൻ ധരിക്കപ്പെട്ടു എന്നതിലാണ് വലിയ വേദന എന്ന് കോടതിയിൽ ഇന്ന് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. സതുദ്ദേശത്തോടെയുള്ള പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്തിയത്. അദ്ദേഹം അതിന്റെ പശ്ചാത്തലത്തെ ഇന്നും ന്യായീകരിക്കുകയാണ് ചെയ്തത്. തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വത്തിൽ നിന്നായിരുന്നു ആ ട്വീറ്റ് ഉണ്ടായത്. വിമർശനം എന്നതിനപ്പുറത്തേക്ക് അത്തരമൊരു വിമർശനം ഉന്നയിക്കാൻ താൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് എന്നതായിരുന്നു അതിൽ കോടതിയിൽ ഇന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. അതിൽ മാപ്പ് പറയുകയാണെങ്കിൽ അത്
അതൊരു വീഴ്ചയാകും. ആ ഉത്തരവാദിത്വം നിറവേറ്റിയതിൽ വീഴ്ചയുണ്ടായി എന്ന് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമായിരിക്കും മാപ്പ് പറച്ചില്ലെന്നാണ് പ്രശാന്ത് ഭൂഷൺ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റെ വിശദീകരണങ്ങളാണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത്. പ്രശാന്ത് ഭൂഷണും ഈ സംവിധാനത്തിന്റെ, രാജ്യത്തെ നിയമ നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗം തന്നെയാണ്. അദ്ദേഹത്തെയും അതേ നിലയ്ക്ക് തന്നെ കണക്കാക്കാൻ കഴിയുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ആ ഒരു ലക്ഷ്മണരേഖ എല്ലാ കാര്യങ്ങൾക്കുമുണ്ട്. പ്രത്യേകിച്ച് ഈ നിയമ സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ അത് കർശനമായി പാലിക്കപ്പെടണം. പ്രശാന്ത് ഭൂഷൺ ആ ലക്ഷ്മണരേഖ മറികടന്നു. അതാണ് കോടതി ചൂണ്ടിക്കാട്ടിയ വലിയൊരു വിമർശനം. അത് കടക്കാൻ പാടില്ല. അത്തരമൊരു ലക്ഷ്മണരേഖ ഉള്ളത് ഭേദിച്ചു മുന്നോട്ട് പോകുക എന്നത് ഉചിതമല്ല എന്നാണ് കോടതി ഇന്നൊരു ഉപദേശ രൂപേണ പറഞ്ഞത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. അതായത് പ്രശാന്ത് ഭൂഷൺ ഈ കേസിൻ്റെയൊക്കെ കാര്യങ്ങളിൽ നടത്തുന്ന ഇടപെടൽ, പൊതു കാര്യങ്ങളിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടലിനെയൊക്കെ കോടതി സ്വാഗതം ചെയ്യുന്നുണ്ട്. പ്രശാന്ത് ഭൂഷൺ നടത്തിയ കേസുകളെ ഒക്കെയും അതിൻ്റെ പരിശ്രമങ്ങളെയൊക്കെയും കോടതി ആകെ മാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം അതിരു കടന്നു, അതിരു ഭേദിച്ചു എന്നാണ് കോടതി പറഞ്ഞത്. ഈ മാപ്പ് പറയുകയില്ല എന്ന പ്രസ്താവനയിൽ ഒരു തിരുത്തലിന്, മാറ്റം വരുത്താൻ തയ്യാറുണ്ടോ എന്ന് കോടതി പ്രശാന്ത് ഭൂഷണോട് ഇന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. പിന്നീട് പ്രശാന്ത് ഭൂഷൺ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ചിന്തിക്കാൻ 2-3 ദിവസം നൽകാമെന്നാണ് കോടതി ഇന്ന് പ്രശാന്ത് ഭൂഷണോട് പറഞ്ഞത്. സമയം നൽകിയില്ലെന്ന് ഭാവിയിൽ അഭിഭാഷകർ പറയരുത്. അതായത് അദ്ദേഹത്തിന് ഒരു തിരുത്തലിന് അവസരമുണ്ടായില്ല എന്ന ഒരു വിമർശനം ഇനി ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് സമയം അനുവദിക്കാമെന്നാണ് പറഞ്ഞത്. ഇക്കാര്യത്തിൽ പ്രശാന്ത് ഭൂഷന്റെ അഭിഭാഷകർ പിന്നീട് മറുപടി പറഞ്ഞു. മാപ്പ് പറയുന്നത് ആലോചിക്കാം, എന്നാൽ മാറ്റം വരാൻ സാധ്യത കുറവാണ്. അതായത് മാപ്പ് പറയണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു ആലോചന നടത്താം, പക്ഷേ എന്നാലും ഇപ്പോൾ സ്വീകരിച്ച നിലപാടിൽ പിന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. ഈ അനുവദിച്ച സമയത്തിനുള്ളിൽ അത്തരം ഒരു ആലോചന നടത്താം എന്ന ഒരു മറുപടിയാണ് പ്രശാന്ത് ഭൂഷന് വേണ്ടി അഭിഭാഷകർ പറഞ്ഞത്. ഈ പ്രസ്താവന വളരെ ചിന്തിച്ച് തയ്യാറാക്കിയതാണ്. ഇന്ന് അദ്ദേഹം വളരെ നീണ്ട ഒരു പ്രസ്താവന കോടതിയിൽ അദ്ദേഹത്തിന് വേണ്ടി അഭിഭാഷകർ വായിച്ചിരുന്നു. അത് ആലോചിച്ച് ചിന്തിച്ച് സമയമെടുത്ത് തയ്യാറാക്കിയതാണ് എന്ന് പ്രശാന്ത് ഭൂഷന്റെ അഭിഭാഷകർ കോടതിയിൽ മറുപടി നൽകുകയും ചെയ്തു. ദയയ്ക്കായി അപേക്ഷിക്കില്ല എന്ന വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന ഈ ഘട്ടത്തിലാണ് ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ ദയ യാചിക്കില്ല കോടതിയിൽ എന്ന് പ്രശാന്ത് ഭൂഷൺ ഇന്ന് കോടതിയെ അറിയിച്ചു. ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്നും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രസ്താവനകൾ, അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്രസ്താവന കോടതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ വാദിച്ചു. അതിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്നാൽ താൻ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന, അല്ലെ തൻ്റെ പ്രസ്താവന ആ നിലയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്നൊരു ബുദ്ധിമുട്ട്, ഒരു വിഷമം അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. പ്രദീപ് തുടരുന്നുണ്ട്. വീണ്ടും പ്രദീപ്, നമ്മൾ ഈ കോടതിയിൽ ഈ നടന്ന സംവാദം, നമുക്കതിനെ ഒരു സംവാദം എന്ന് വിശേഷിപ്പിച്ചാൽ ആ സംവാദം നമ്മൾ ആകെ പരിശോധിച്ചു. കോടതി അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു ഔദാര്യം എന്ന മട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നിലപാട് പുനഃപരിശോധിക്കണമെങ്കിൽ 2-3 ദിവസം തരാം എന്ന് പറഞ്ഞു. ശിക്ഷ പാടില്ല, അദ്ദേഹത്തെ ശിക്ഷിക്കരുതെന്ന അറ്റോർണി ജനറലിന്റെ നിർദ്ദേശം കോടതി ഫലത്തിൽ തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ സാധ്യതകളാണ് ഈ വിഷയത്തിൽ നിലനിൽക്കുന്നത്? പ്രദീപ്. വിജയകുമാർ, ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. അതായത് പ്രശാന്ത് ഭൂഷൺ ലക്ഷ്മണരേഖ മറികടന്നു എന്ന നിലപാടിൽ വളരെ കൃത്യമായി തന്നെ ജസ്റ്റിസ് അരുൺ മിശ്ര ഉറച്ചു നിൽക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ഒരു പുനർചിന്തനത്തിന്, അതല്ലെങ്കിൽ വീണ്ടും ആ തൻ്റെ നിലപാട് പുനഃപരിശോധിക്കാൻ പ്രശാന്ത് ഭൂഷണ് കഴിയുമോ എന്നൊരു സാധ്യത കൂടി ഇപ്പോൾ കോടതി തുറന്നിട്ടിരിക്കുകയാണ്. അതിനുള്ള സമയവും കൂടി കോടതി അനുവദിച്ചിട്ടുണ്ട്. 3 ദിവസ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വീണ്ടും ഈ ഒരു കേസ്, കോടതിയലക്ഷ്യ കേസ് പരിഗണിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കോടതി വളരെ കൃത്യമായി തന്നെ പറയുന്നു, അതായത് ഈ കുറ്റം ചെയ്തു എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. കാരണം ഈ പറയുന്നതുപോലെ ലക്ഷ്മണരേഖ മറികടന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. വിമർശനങ്ങൾ ഒക്കെ നല്ലതാണ്, കാരണം കോടതികളെ വിമർശനത്തിന് അതീതരാണ് എന്നൊരു ചിന്തയൊന്നും കോടതികൾക്കില്ല. പക്ഷേ ഇതിപ്പോൾ വിമർശനവും കടന്നാണ് പ്രശാന്ത് ഭൂഷണ ഭാഗത്തു നിന്നുള്ള നടപടി എന്നാണ് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ശിക്ഷയിന്മേൽ വാദം കേൾക്കുന്നത് മാറ്റിവെക്കണം എന്നൊരാവശ്യം പ്രശാന്ത് ഭൂഷൺ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ അതിനെയും കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. കാരണം ശിക്ഷ കഴിഞ്ഞ പൂർണ്ണമായും ശിക്ഷയും കൂടെ പറഞ്ഞ ശേഷം മാത്രമേ വിധി പൂർണ്ണമാവുകയുള്ളൂ. ആ വിധി പൂർണ്ണമായ ശേഷം മാത്രമേ പുനഃപരിശോധന ഹർജിക്കും സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ
വളരെ കൃത്യമായി തന്നെ ശിക്ഷയിൽ വാദം കേട്ട് വിധി പ്രഖ്യാപിക്കും എന്ന നിലപാട് തന്നെയാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ജസ്റ്റിസ് അരുൺ മിശ്ര അടുത്ത മാസം 2-ന് വിരമിക്കാനിരിക്കുകയാണ്. അതിനു മുൻപ് തന്നെ ഇക്കാര്യത്തിൽ വിധി പറയുക എന്നുള്ളതാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നതെന്നുള്ളത് എന്തായാലും അദ്ദേഹത്തിന് ഈ നടപടിയിൽ നിന്ന് വ്യക്തമാണ്. ഇക്കാര്യം പ്രശാന്ത് ഭൂഷണിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദവെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കാരണം ഇപ്പോൾ ജസ്റ്റിസ് അരുൺ മിശ്ര വിരമിച്ചാൽ പോലും മറ്റൊരു ബെഞ്ചിലേക്ക് ഈ ഹർജി വിടാവുന്നതേ ഉള്ളൂ, അവർക്ക് ശിക്ഷയിന്മേൽ വാദം കേൾക്കാവുന്നതേ ഉള്ളൂ എന്ന നിലപാട് മുതിർന്ന അഭിഭാഷകനായ ദുഷ്യന്ത് ദവെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നാൽ ആ വാദമുഖങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ വാദം കേൾക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാദമുഖങ്ങൾ കേട്ടതും. എന്തായാലും ഇപ്പോൾ വാദമുഖങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. ഈ ലക്ഷ്മണരേഖ അടക്കമുള്ള കാര്യങ്ങളിൽ വാദമുഖങ്ങൾ ഇന്ന് കോടതി കേൾക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും. ശരി പ്രദീപ്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ വിഷയത്തിൽ കോടതിയിൽ നടക്കുന്ന ഈ ചർച്ചകളാകെ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ചർച്ചകൾ നമ്മളുടെ നിയമ നീതിന്യായ സംവിധാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ആ നിലയിലുള്ള സംവാദമാണ് ഇന്ന് കോടതിയിൽ നടന്നത്. നമുക്ക് വളരെ വേഗത്തിൽ ഒരു പ്രധാന വാർത്തയിലേക്ക് പോകണം. യാക്കോബായ സഭയുടെ അടിയന്തര സുന്നഹദോസ് ഇന്ന് ചേർന്നു. അതിനുശേഷം ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ് സഭാ നേതൃത്വം. തികച്ചും നീതിരഹിതമായും മനുഷ്യത്വരഹിതമായും ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന മറുവിഭാഗം ഇതുപോലെ ആരാധിക്കുന്ന ജനങ്ങളുടെ ആരാധനാലയങ്ങൾ ബലമായി നിയമത്തിന്റെ പിൻബലത്തിൽ പിടിച്ചടക്കുമ്പോൾ അവരുമായിട്ട് മുന്നോട്ടുള്ള സഹകരണത്തിൽ വ്യക്തമായ നിലപാടുകൾ സഭയ്ക്ക് എടുക്കേണ്ടതായി വന്നിരിക്കുന്നു. പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ 1975 മറുവിഭാഗത്തെ മുടക്കപ്പെട്ടവരായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവരുമായിട്ടുള്ള കൗദാശികമായ ബന്ധങ്ങളെല്ലാം നിർത്തുന്നതിന് വേണ്ടി കൽപ്പന അയച്ചിട്ടുള്ളതാണ്. എന്നാൽ കാലം മുറിവുകൾ ഉണക്കുമെന്നുള്ളതായ പ്രത്യാശയിൽ വഴക്കുകളും വ്യവഹാരങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ കൽപ്പനയെ പൂർണ്ണതോതിൽ അത് പ്രായോഗികമാക്കുന്നതിന് പരിശ്രമിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് കൂടിയ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ അയച്ച കൽപ്പനയ്ക്ക് വിരുദ്ധമായി മറ്റൊരു കൽപ്പന പരിശുദ്ധ സിംഹാസനം അയച്ചിട്ടില്ലാത്ത പശ്ചാത്തലത്തിലും അതിൽ പറയുന്നതായ കാര്യങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് സഭാപരമായി കൗദാശികമായിട്ടുള്ള ആരാധനാപരമായിട്ടുമുള്ള എല്ലാ ബന്ധങ്ങളും ദേവലോകം നേതൃത്വം നയിക്കുന്ന മെത്രാൻ കക്ഷികളുമായി ഇന്നു മുതൽക്ക് അവസാനിപ്പിക്കുവാൻ ഈ സുന്നഹദോസ് തീരുമാനിച്ചു. അതിന്റെ വിശദാംശങ്ങൾ യാക്കോബായ സുറിയാനി സഭയിലെ എല്ലാ ദൈവാലയങ്ങളെയും ശ്രേഷ്ഠ കാതോലിക്ക ബാവ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയുടെ അനുമതിയോടുകൂടി പള്ളികൾക്ക് അയക്കുന്നതായിരിക്കും. സഭ ഒരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് സഭകളും ഇനി യോജിക്കുക എന്നുള്ളത് അസാധ്യമാണ്, അപ്രായോഗികമാണ്. ഈ കഴിഞ്ഞ കാലങ്ങൾ കൊണ്ടായി രണ്ട് സഭകളായി ഇത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. യോജിപ്പ് എന്നുള്ളത് ഒരു അടഞ്ഞ അധ്യായം തന്നെയാണെന്ന് വീണ്ടും ആവർത്തിച്ച് സുന്നഹദോസ് പ്രഖ്യാപിച്ചു. എന്നാൽ സമാധാനപരമായ സഹവർത്തിത്വം, പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് ആസ് ബ്രദർ ചർച്ചസ്, സഹോദരി സിസ്റ്റർ ചർച്ചസ്, സഹോദരി സഭകൾ എന്നുള്ള നിലയിലും ഒരേ ആരാധനാ പൈതൃകം പിന്തുടരുന്ന സഭകൾ എന്നുള്ള നിലയിലും അവരുമായിട്ട് ഏതൊക്കെ നിലകളിൽ ചർച്ചകളാകാമെന്നുള്ളത്, ഏതൊക്കെ മേഖലകളിൽ സഹകരിക്കാമെന്നുള്ളത് ചർച്ച ചെയ്യാൻ ഒരു സമിതി പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ നിയോഗിച്ചിട്ടുണ്ട്. എപ്പോൾ അവർ വിളിച്ചാലും ആ ചർച്ചയ്ക്ക് പോകും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ആ ചർച്ചയ്ക്കാണെങ്കിലും പള്ളിപിടുത്തം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം. അങ്ങനെ അവർ അവസാനിപ്പിക്കാമെന്നുണ്ടെങ്കിൽ അഭിമന്യ തോമസ് മാത്യൂസ് തിരുമേനി കൺവീനറായിട്ടുള്ള മെത്രാപ്പോലീത്തന്മാരടങ്ങിയിരിക്കുന്ന കമ്മിറ്റി അവർ ആവശ്യപ്പെട്ടാൽ ചർച്ചയ്ക്ക് തയ്യാറാണ്. എ പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം.
സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയതായ ദേവാലയങ്ങൾ അത് ഇടവക ജനത്തിന് അവകാശപ്പെട്ടതാണ്. പാരിഷനേഴ്സിന്റെ റൈറ്റ് ഒരു കോടതി വിധിക്ക് എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് നൂറ്റാണ്ടുകളോളം പലത് ബിൽഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇടവക ജനങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്നും എല്ലാം വിട്ട് ഇറങ്ങിപ്പോകേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം അത് ഇവിടുത്തെ ജുഡീഷ്യറി ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്, കാണേണ്ടതുമാണ്. 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു വ്യവഹാരം അവസാനിക്കുമ്പോൾ 2 വിഭാഗമാണെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട അരുൺ മിശ്രയുടെ ജഡ്ജ്മെന്റ് അല്ല ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ചില പ്രത്യേക താല്പര്യങ്ങളാണ്. You are watching 24. ന്യൂസ് ട്രാക്ക് തുടരുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ഭവന സമുച്ചയ ഇടപാടിലെ ഫയലുകൾ പരിശോധനയ്ക്കായി മുഖ്യമന്ത്രി വിളിപ്പിച്ചിട്ടുണ്ട്. വിവാദ കരാറുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് മുഖ്യമന്ത്രി പരിശോധനയ്ക്കായി വിളിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. തന്നെയുമല്ല, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ഇടപെടലുകളെ പറ്റിയുള്ള പരിശോധനയ്ക്കും തീരുമാനമാകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ കമ്മീഷൻ തുക ഒരു ഈജിപ്ഷ്യൻ പൗരൻ, അദ്ദേഹം കോൺസുലേറ്റിന്റെ ഭാഗമായി ജോലി ചെയ്ത അക്കൗണ്ടന്റ് ആണ്, അദ്ദേഹം ഈ പണം ഇവിടെ ഒന്ന് കടത്തി എന്നൊരു വാർത്തയും ഇതിനൊപ്പം നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. ബി ദിലീപ് കുമാർ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ദിലീപ്, മുഖ്യമന്ത്രിയുടെ നീക്കം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണോ? അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം സംസ്ഥാനം അന്വേഷണത്തിന് തയ്യാറുണ്ടോ എന്നതായിരുന്നു. ആ ചോദ്യത്തിന് ഒരു മറുപടി ഈ ഫയൽ പരിശോധനയിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ ദിലീപ്? വിജയകുമാർ, ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ ഭവന സമുച്ചയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു പങ്കുമില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വരെ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ആരോപണം ശക്തമായതോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെടാൻ ഇപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഫയലുകൾ ഇപ്പോൾ തദ്ദേശ ഭരണ വകുപ്പിൽ നിന്നും നിയമ വകുപ്പിൽ നിന്നും മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയിരിക്കുന്നു. മുൻ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവിഹിതമായ അനധികൃതമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും മുഖ്യമന്ത്രി പരിശോധിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ ഇനിയും ഒരു അനുകൂല നിലപാട് പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യത്തോട് കൈക്കൊണ്ടിട്ടില്ല. അതേസമയം അല്പസമയത്തിനകം സംസ്ഥാന നിയമമന്ത്രി കൂടിയായ AK ബാലൻ, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തെ സംബന്ധിച്ച് 2:30 തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കും എന്ന കാര്യം ഉറപ്പാണ്. വിജയൻ. ശരി, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപ് ഇപ്പോൾ നിയമമന്ത്രിയുടെ വാർത്താ സമ്മേളന വേദിയിലാണ്. ഈ വിഷയത്തിലുള്ള പ്രതികരണവും ഉണ്ടാകും. നമുക്ക് ആ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇന്നും ഉണ്ടായി. മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ ആരോപണവുമായി BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട്. ലൈഫ് പദ്ധതിയിലെ അഴിമതിയിൽ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്നാണ് K. സുരേന്ദ്രൻ ആവർത്തിച്ച് ഇന്നും ആരോപണം ഉന്നയിച്ചത്. അതുപോലെ അനിൽ അക്കര MLA യും ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. ഈ നഗരസഭ അധ്യക്ഷ ഈ ആരോപണങ്ങൾ നിരാകരിച്ചുകൊണ്ട് വടക്കാഞ്ചേരി നഗരസഭ അധ്യക്ഷ രംഗത്ത് വരികയും ചെയ്തു. നമുക്ക് 3 പേരുടെയും പ്രതികരണത്തിലേക്ക് പോകാം. ലൈഫ് മിഷൻ പദ്ധതിയിലെ 1 കോടി രൂപ കഴിച്ചുള്ള ബാക്കി ഭീമമായിട്ടുള്ള തുകയും പോയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാർക്കാണ്, മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ളവർക്കാണ്. മുഖ്യമന്ത്രി അന്വേഷണത്തെ ഭയപ്പെടുന്നത് ആ സത്യം പുറത്തു വരുമെന്നുള്ള കാരണം കൊണ്ടാണ്. ഇവിടെ വടക്കാഞ്ചേരി നഗരസഭയുടെ കൈവശമുള്ള സ്ഥലത്ത് യൂണിറ്റ് ആക്കിന് എങ്ങനെ കറണ്ട് കണക്ഷൻ കിട്ടി? ആ കറണ്ട് കണക്ഷൻ കിട്ടിയത് വടക്കാഞ്ചേരി നഗരസഭയുടെ പൈസ എടുത്ത് തനത് ഫണ്ട് എടുത്ത് അടച്ചിട്ടാണ് കണക്ഷൻ കിട്ടിയത്. സംസ്ഥാന സർക്കാർ ലൈഫ് മിഷൻ എന്ന് പറയുന്നു, ആ പ്രവൃത്തി മാത്രമാണ് വടക്കാഞ്ചേരി നഗരസഭ ഇതുവരെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. നമ്മൾ യൂണിറ്റ് ടാക്കിന്റെ പേരിക്കല്ല, ലൈഫ് മിഷന്റെ CEO പേരിക്കാണ് വടക്കാഞ്ചേരി നഗരസഭ പെർമിറ്റ് കൊടുത്തിരിക്കുന്നത്. ലൈഫ് മിഷനും യൂണിറ്റ് ടാക്കുമായിട്ടുള്ള അതിന്റെ ചീഫ് എഞ്ചിനീയറും കൂടിയിട്ടുള്ളവരാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. You are watching 24 from News Headquarters, Kochi. ന്യൂസ് ട്രാക്ക് തുടരുകയാണ്. തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനിക്ക് കൈമാറുന്നതിനെ ചൊല്ലി സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ്. രാഷ്ട്രീയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. ഇന്നലെ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിലുള്ള നിലപാട് അറിയിച്ചിരുന്നു. കടുത്ത വിമർശനമാണ് ഈ വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ഉയരുന്നത്. BJP ഒഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് എതിരാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ ഇന്ന് വളരെ വേഗത്തിൽ തന്നെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്.
വിളിച്ചിരിക്കുന്നത് ഓൺലൈൻ യോഗമാണ്. ഇന്ന് 4 മണിക്ക് ശേഷം ഈ യോഗം നടക്കും. ഈ യോഗം ഈ വിഷയം പൊതുവായി ചർച്ച ചെയ്യുകയും കേരളത്തിന്റെ പൊതുവികാരം കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്യും. തനേഷ് തമ്പിയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. തനേഷ്, സർവകക്ഷി യോഗത്തിന്റെ ഒരു അജണ്ട എന്താണ്? ഒരു പ്രമേയം പാസാക്കി കേന്ദ്രത്തെ സംസ്ഥാനത്തിന്റെ പൊതുവികാരം അറിയിക്കുക എന്നത് തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും, അല്ലേ? തീർച്ചയായും ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ പൊതു പ്രതിഷേധം കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ ഏത് നിലയിലുള്ള തുടർ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന കാര്യവും ആലോചിക്കും. പ്രത്യേകിച്ചും വിമാനത്താവളത്തിലെ എംപ്ലോയീസ് അസോസിയേഷൻ നൽകിയിട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ സുപ്രീം കോടതി പരിഗണിച്ചതിന് ശേഷം അത് ഹൈക്കോടതിയോട് തന്നെ ഫയൽ സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആ കേസിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഈ സർവകക്ഷി യോഗം പരിശോധിക്കും. ഏറ്റവും പ്രധാനം പ്രതിഷേധം തന്നെയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചി അതുപോലെ തന്നെ കണ്ണൂർ 2 വിമാനത്താവളങ്ങൾ നടത്തുന്ന മാതൃകയിൽ ഈ വിമാനത്താവളവും നടത്താം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചതാണ്. പക്ഷേ ബിഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. ഒരു സ്വകാര്യ പങ്കാളിയെയും സംസ്ഥാന സർക്കാരിനെയും ഒരേ തരത്തിൽ അല്ലെങ്കിൽ ഒരേ തട്ടിൽ കാണുന്നത് ശരിയല്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ അദാനി ഗ്രൂപ്പ് നൽകിയ അതേ തുകയ്ക്ക് തന്നെ കോട്ട് ചെയ്യാം തങ്ങളും എന്നുള്ള ഒരു നിലപാടും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരിക പ്രശ്നമായി തന്നെ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനകത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നിരുന്നു. പ്രത്യേകിച്ചും ശശി തരൂർ MP ആണ് ഇത് വിമാനത്താവളത്തിന്റെ വികസനത്തിന് നാന്ദി കുറിക്കുന്ന ഒരു സംഭവമാണ് എന്ന മട്ടിൽ പ്രതികരിച്ചത്. ഇതിനെതിരെ കോൺഗ്രസിനകത്ത് ചില വിമർശനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും എല്ലാം ഈ വിമാനത്താവളം അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കുന്ന നടപടി റദ്ദു ചെയ്യണം എന്ന ആവശ്യം ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും വളരെ കണിശമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഏതായാലും 4 മണിക്ക് സർവകക്ഷി യോഗം ആരംഭിക്കും. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ ശശി തരൂരിന്റെ നിലപാട് ഈ ഘട്ടത്തിൽ പ്രത്യേകം ചർച്ചയാവുന്നുണ്ട് കോൺഗ്രസിനകത്തും പുറത്തും എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാണ്. 7 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. വിവിധ ജില്ലകളിൽ നിന്നും കൂടുതൽ പോസിറ്റീവ് കേസുകൾ ഉണ്ടാകുന്നു എന്ന ആശങ്കയും നിലനിൽക്കുന്നു.